ടെക്സാസിൽ താമസിക്കുന്ന മലയാളികൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ടെക്സാസിലെ ഒരു ഫുഡ് ട്രക്കിന് മുന്നിൽ ഏതാനും ഇന്ത്യൻ യുവാക്കളും ഒരു മാധ്യമ പ്രവർത്തകയും തമ്മിലുള്ള രൂക്ഷമായ തർക്കമാണ് വീഡിയോ. എനിക്കെന്റെ H-1B വിസ നിയമങ്ങൾ അറിയാം എന്ന് ആ യുവാവ് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് കേവലം ഒരു തർക്കത്തിനപ്പുറം ഇവിടെ ജോലി ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഗൗരവകരമായ ചില നിയമവശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ സംഭവത്തിന്റെ സത്യാവസ്ഥയും ഇതിന് പിന്നിലെ വിസ നിയമങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സംഭവം നടന്നിരിക്കുന്നത് ടെക്സസിലാണ്. ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തക ചില ഫുഡ് ട്രക്കുകളിൽ ജോലി ചെയ്യുന്നത് H-1B വിസയിലുള്ള ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണെന്ന് ആരോപിച്ച് രംഗത്തെത്തി. അവരിത് വീഡിയോയിൽ പകർത്തുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. തർക്കത്തിനിടയിൽ ഒരു യുവാവ് താൻ H-1B വിസ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും തനിക്ക് നിയമം അറിയാമെന്നും വാദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ പ്രവാസികൾ പലപ്പോഴും വരുന്ന ഒരു വലിയ തെറ്റ് ഒളിഞ്ഞിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ H-1B വിസ നിയമം പറയുന്നത്? നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ടവരാണ്. ആ സ്പോൺസേഴ്സിന് കീഴിലല്ലാതെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങാനോ അവിടെ എംപ്ലോയി ആയി ജോലി ചെയ്യാനോ നമുക്ക് അനുവാദമില്ല. ഇനി യുവാക്കൾ പറയുന്നത് പോലെ അത് അവരുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ പോലും ഒരു H-1B വിസ ഹോൾഡർക്ക് ബിസിനസ്സിൽ നിക്ഷേപം നടത്താമെന്നല്ലാതെ അതിൽ സജീവമായി ജോലി ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. അഥവാ ജോലി ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക വർക്ക് ഓതറൈസേഷൻ ആവശ്യമാണ്. ടെക്സസിലെ ഈ സംഭവം വൈറലായതോടെ ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റികൾക്കിടയിൽ വിദേശികൾ വന്ന് നമ്മുടെ ബിസിനസ് അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നൊരു വികാരം ഉയർന്നു വരാനും സാധ്യതയുണ്ട്. ഇതിനകം തന്നെ കടുത്ത കുടിയേറ്റ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന മേഖലകളിൽ ഇത്തരം വീഡിയോകൾ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. പ്രത്യേകിച്ചും ടെക്സസ് പോലുള്ള ഒരു സ്റ്റേറ്റിൽ നിയമങ്ങൾ വളരെ കർക്കശമായി പാലിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഇത് വല്ലാത്തൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോയിൽ സംസാരിക്കുന്ന ഇന്ത്യൻ യുവാവ് "ഐ നോ മൈ H-1B റൂൾസ്" എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടെങ്കിലും ലേബർ ഡിപ്പാർട്ട്മെന്റോ USCISO ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകാൻ സാധ്യതയുണ്ട്. ടെക്സസിൽ IT കമ്പനികളിൽ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചെറിയ ലാഭത്തിന് വേണ്ടി ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നത് നമ്മുടെ ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്ങിനെ പോലെയുള്ള ഭാവിയിലുള്ള വിസ സ്റ്റാറ്റസിനെ ബാധിച്ചേക്കാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അന്വേഷണം വരികയും അത് ഡീപ്പോർട്ടേഷനിലേക്ക് വരെ നയിക്കുകയും ചെയ്യാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം പാസീവ് ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് ആക്റ്റീവ് ലേബർ എന്നതാണ്. നിങ്ങൾക്കൊരു ഫുഡ് ട്രക്കിൽ പണം നിക്ഷേപിക്കാം, അതിൽ നിന്ന് ലാഭം എടുക്കാം. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം വിളമ്പുകയോ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയോ ചെയ്താൽ അത് നിയമവിരുദ്ധമായ ജോലിയായി കണക്കാക്കപ്പെടും. വീഡിയോയിൽ കാണുന്ന യുവാക്കൾ അത്തരത്തിൽ സജീവമായി അവിടെ ഇടപെടുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ടെക്സസിലെ മലയാളി കമ്മ്യൂണിറ്റി വളരെ ശക്തമാണ്. നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നവരും മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരുമാണ്. എന്നാൽ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മൊത്തം കമ്മ്യൂണിറ്റിയെയും സംശയത്തിന് നിഴലിലാക്കാൻ കാരണമാകും. ഈ വീഡിയോ പുറത്തുവിട്ട ആൾ പറയുന്നത് ഇത്തരം നിയമലംഘനങ്ങൾ ഇവിടെ വ്യാപകമാണെന്നാണ്. ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ റെയ്ഡുകൾക്കും പരിശോധനകൾക്കും വഴിവെച്ചേക്കാം. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും വിസയുടെ പരിമിതികളെക്കുറിച്ച് കൃത്യമായി പഠിക്കുക. IT ജോലിക്കിടയിൽ സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പല വഴികളും നമ്മൾ തേടാറുണ്ട്. പക്ഷെ അത് അമേരിക്കൻ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണെന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ടെക്സസിൽ പ്രാദേശിക ബിസിനസ്സുകാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവരാണ്. അവരുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന രീതിയിൽ വിദേശികൾ നിയമം ലംഘിക്കുന്നു എന്ന് കണ്ടാൽ അവർ തീർച്ചയായും പ്രതികരിക്കും. ഈ വൈറൽ വീഡിയോയിൽ കാണുന്ന ആ തർക്കം വെറും ഒരു ഈഗോ മാത്രമല്ല, അത് നിയമപരമായ ഒരു ചതിക്കുഴി കൂടിയാണ്. എനിക്ക് നിയമം അറിയാം എന്ന് പറയുന്നതിന് പകരം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ബുദ്ധി. ടെക്സസിലെ ഗവർണർ ഗ്രെഗ് അബട്ട് കുടിയേറ്റ നിയമങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഫെഡറൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സംസ്ഥാന ഗവൺമെന്റും കർശനമായ നടപടികൾക്ക് ശുപാർശ ചെയ്തേക്കാം. നമ്മൾ ഇന്ത്യക്കാർ കഠിനാധ്വാനികളാണ്, പക്ഷെ ആ കഠിനാധ്വാനം നിയമവിധേയമായിരിക്കണം. ഈ ഫുഡ് ട്രക്ക് സംഭവം ഒരു പാഠമാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അന്യനാട്ടിൽ വന്ന് നിയമങ്ങൾ ലംഘിക്കുന്നത് നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെയും ഒക്കെ ബാധിക്കും. ഫുഡ് ട്രക്കുകൾ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായി വർക്ക് പെർമിറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ആ ബിസിനസ് ഉടമയുടെ ബാധ്യതയാണ്. അത് H-1B വിസ ഹോൾഡർമാരാണെങ്കിൽ അവർ വലിയ റിസ്ക് ആണ് എടുക്കുന്നത്. ഇവിടുത്തെ നികുതി നിയമങ്ങൾ പോലും ഇത്തരം വരുമാനങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. റിപ്പോർട്ട് ചെയ്യാത്ത വരുമാനമുണ്ടെങ്കിൽ അത് ടാക്സ് തട്ടിപ്പായി കൂടി കണക്കാക്കപ്പെടും.